നമസ്കാരം സർ. നമസ്കാരം. ഡെന്നി തോമസ് വട്ടക്കുന്നേൽ എന്ന സഞ്ചാരിയുടെ കൂടെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി ഞാൻ സഞ്ചരിക്കുന്നത് ഭൂമിയിലെ സംഘർഷ ദേശങ്ങളിലൂടെയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെയും എൻ്റെയും മനോയാത്ര എത്തി നിൽക്കുന്നത് കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള തർക്കത്തിലാണ്. 100-ലേറെ വർഷങ്ങൾ പഴക്കമുണ്ട് ആ തർക്കത്തിന്. പക്ഷെ ഒരു 65 വർഷം മുമ്പ് 1963 അത് ഒത്തുതീർപ്പായി സമാധാനത്തിലേക്കുള്ള വഴി തുറന്നതാണ്. പക്ഷേ സമാധാനം എങ്ങും എത്തിയില്ല, വെടിനിർത്തൽ ഉണ്ടായില്ല. അതിർത്തിയിലുള്ള ഒരു കൊച്ചു ക്ഷേത്രത്തിന്റെ പേരിലാണ്, ഒരു ശിവക്ഷേത്രത്തിന്റെ പേരിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ തമ്മിൽ, ചെറിയ കൊച്ചു രാജ്യങ്ങളാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യക്ക് മറ്റാരെക്കാളും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. തായ്ലൻഡ് ആയാലും കംബോഡിയ ആയാലും തൊട്ടപ്പുറത്തെ വിയറ്റ്നാം ആയാലും. അതിൽ കക്ഷി ചേരുന്ന ഒരു ഭാഗത്ത് അമേരിക്കയുണ്ട്, എന്നാൽ ഇപ്പുറത്ത് ചൈന ആയാലും. ഈ അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങളൊക്കെ ഒരു കാലത്ത് ഒരേ സംസ്കാരത്തിൻ്റെ ഭൂമി ആയി നിലനിന്നൊരു കാലമാണ്. BC-യിൽ ബുദ്ധൻ്റെ സംസ്കാരമാണ് ഈ രാജ്യങ്ങളിലേക്ക് ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു പ്രകാശം അതാണ്, ഒരു വെളിച്ചം അതാണ്. ഈ ബുദ്ധൻ്റെ കാലത്ത് തന്നെ BC-യിൽ ഖമർ എന്നൊരു ചക്രവർത്തി കംബോഡിയയിൽ നിന്ന് വന്ന് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ ഭരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളൊക്കെ ഈ പുരാതന ചരിത്രം പഠിക്കുമ്പോൾ കൗതുകത്തോടെ കാണുന്നുണ്ട്. ആ ഖമർ ചക്രവർത്തിയുടെ നാടാണ് ഇപ്പോൾ പലതായി ഭിന്നിച്ചു നിൽക്കുന്നത്. അതും മഹാനായ ബുദ്ധൻ്റെ അനുയായികളാണ് തമ്മിൽ സംഘർഷവും യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത്. കംബോഡിയയുടെ ഒരു പുതിയ കാലത്തെ സംഘർഷത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളെല്ലാം വളരെ ആശങ്കയോടുകൂടിയാണ് ഈ തായ്ലൻഡ് കംബോഡിയ യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത്. കാരണം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇവരുടെ തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാണ്, അത് യുദ്ധം അവസാനിപ്പിച്ചാണ്, ചെറിയ തോതിലെങ്കിലും ആരംഭിച്ച സംഘർഷം അവസാനിപ്പിച്ചാണ്. മലേഷ്യ പ്രധാനമന്ത്രിയുടെ മധ്യസ്ഥതയിൽ അദ്ദേഹം അത് അവസാനിപ്പിക്കുകയും അത് ഇനി എങ്ങനെ യുദ്ധമോ തർക്കങ്ങളോ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ പിരിഞ്ഞവരാണ്. അതിൻ്റെ പേരിൽ കംബോഡിയയുടെ പ്രധാനമന്ത്രി ട്രംപിന് നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം വരെ ചെയ്തതാണ്. പക്ഷേ അതിൽ നിന്നുള്ള വ്യത്യസ്തമായി ഇപ്പോൾ 4-5 ദിവസത്തെ സ്ഥിതി വളരെ അതിസങ്കീർണമാണ്. കാരണം തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ യുദ്ധത്തിൻ്റെ സന്നാഹങ്ങളെല്ലാം രൂപപ്പെട്ടു. ഏതാണ്ട് 1 ലക്ഷത്തോളം ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചു 2 രാജ്യങ്ങളും. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെല്ലാക്രമണങ്ങളും അതുപോലെ ഡ്രോൺ ആക്രമണങ്ങളും F-16 വിമാനങ്ങൾ വെച്ചുള്ള ആക്രമണങ്ങൾ വരെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ക്ഷേത്രങ്ങൾ തമ്മിൽ, അതായത് ശരിക്കും പ്രൈവിഹാർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, അത് കംബോഡിയയുടെ അതിർത്തിക്കുള്ളിലാണ് ആ ക്ഷേത്രമുള്ളത്. പക്ഷേ അതിൻ്റെ എൻട്രി എളുപ്പത്തിൽ, ഒരു പർവ്വതത്തിന് മുകളിലാകുമ്പോൾ എൻട്രി ഏറ്റവും എളുപ്പത്തിൽ തായ്ലൻഡിൽ നിന്ന് പോകുന്നവർക്കാണ് അതിലേക്ക് എൻട്രി ചെയ്യാൻ എളുപ്പം. പക്ഷേ കംബോഡിയയുടെ പാർട്ടിയിൽ നിന്നും അതിലേക്ക് എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ക്ഷേത്രം തായ്ലൻഡിലുണ്ട്, അതിനും കംബോഡിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. തർക്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് ഈ പ്രൈവിഹാർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്, ശിവക്ഷേത്രമാണ്. അത് മാഷ് പറഞ്ഞ പോലെ 1963 അത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അത് വിധിച്ചിരുന്നു. ആ വിധിയിൽ ഒരു അപാകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രം കംബോഡിയയുടെയാണ്, പക്ഷെ അന്ന് തായ്ലൻഡ് ക്ഷേത്രം മാത്രമല്ലേ ഉള്ളൂ, അതിന് ചുറ്റുവട്ടമുള്ള പ്രദേശം ഞങ്ങളുടെയാണ് എന്ന് തായ്ലൻഡ് പറഞ്ഞു. പക്ഷെ 2013 കറക്റ്റ് ചെയ്ത് വീണ്ടും വിധി ഉണ്ടായി. അന്നോടെ ഈ യുദ്ധം അവസാനിക്കും അല്ലെങ്കിൽ തർക്കം അവസാനിക്കുമെന്ന് ലോകം മുഴുവൻ ചിന്തിച്ചാണ്. അത് ഈ ഖമറൂഷ്, അതിൻ്റെ ഇടയ്ക്ക് സംശയം സാർ, ഈ ഖമറൂഷ് ചക്രവർത്തിമാരുടെ കാലത്തിന് ശേഷം ആധുനിക കാലത്ത് അധിനിവേശത്തിൽ അവിടെ ഈ കോളനി ഈ അതിർത്തി നിശ്ചയിച്ചത് യഥാർത്ഥത്തിൽ ഫ്രാൻസാണ്. അതായത് ഫ്രഞ്ചിന്റെ കോളനി ആയിരുന്നു അല്ലേ? അതായത് 1907 തോന്നുന്നു. അതായത് ആ കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് അധിനിവേശം കംബോഡിയ വിട്ടു പോകുന്ന സമയത്ത് അവിടെ നിന്ന് അവര് മാപ്പ് വരച്ചതിൽ നിന്നുള്ള വ്യത്യാസമാണ്, അതിർത്തി രേഖപ്പെടുത്തിയിൽ വന്ന മിസ്റ്റേക്കാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് പോയത്. പക്ഷെ അതിനുശേഷവും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആള് എന്ന് പറയുന്നത് പോൾ പോട്ടിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം അതിർത്തി അവിടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതെന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിന് അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു. കാരണം അദ്ദേഹം സ്വന്തം ജനതയ്ക്കെതിരെയാണ് ഈ സൈന്യത്തെ ഉപയോഗിച്ച് 20 ലക്ഷം ആൾക്കാരോളം കൊല്ലപ്പെടുകയായിരുന്നു. ഞാൻ കൂട്ടത്തിലൊരു കൗതുകം കൂടി പറഞ്ഞോട്ടെ സർ. ചരിത്രം നോക്കുമ്പോൾ ഒരു രസകരമായ ഒരു കാര്യം, ഇന്ത്യ വലിയ സംഘർഷത്തിലൂടെ കടന്നുപോയ ഒരു അടിയന്തരാവസ്ഥ കാലം ഉണ്ടല്ലോ, ഏതാണ്ട് അതേ കാലത്താണ് പോൾ പോട്ട് അവിടെ സ്വന്തം ആളുകൾ, ഇന്ദിരാഗാന്ധി സ്വന്തം ജനതയെ ജനാധിപത്യപരമായ മാർഗം വിട്ട് അടിച്ചമർത്തുന്നു എന്ന ആക്ഷേപം വന്ന കാലത്ത്, സഞ്ജയ് ഗാന്ധിയൊക്കെ മുൻകൈ എടുത്ത് ഒരുപാട് മനുഷ്യരെ കൊല്ലുന്നു എന്ന
ആക്ഷേപം വന്ന കാലത്താണ് ഏതാണ്ട് ഏകാധിപത്യത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് തോന്നിച്ച കാലത്താണ് പോൾ പോർട്ട് അവിടെ വരുന്നത്. അതൊരു ഒരു വല്ലാത്തൊരു ആണ് തീർച്ചയായിട്ടും. അപ്പോൾ പോൾ പോർട്ടിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിർത്തികൾ അവർ ഉപേക്ഷിച്ചു. പകരം അതിർത്തികളിലെ ക്ഷേത്രങ്ങളെല്ലാം ആയുധപ്പുരകളാക്കി. പകരം ആൾക്കാരെ അടിച്ചമർത്തുന്ന സ്കൂളുകളും കോളേജുകളും ഒക്കെ ഇവരെ തടവിലാക്കുകയും ഇവരെ കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ വന്ന സമയത്താണ് കൂടുതൽ ഈ അതിർത്തികളിൽ കൃത്യത ഇല്ലാതെ പോയത്. കൃത്യമായിട്ട് അന്ന് അതിർത്തി രേഖകൾ അന്നെങ്കിലും മുൻകൈ എടുത്തത് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അന്ന് സൈന്യത്തെ അവിടുന്ന് വിഡ്രോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വരുന്ന തർക്കങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ആ രാജ്യം ഘട്ടം ഘട്ടമായി പല ഭരണത്തിലൂടെ കടന്നു വന്നു. ഇപ്പോൾ തായ്ലൻഡിന്റെ പറഞ്ഞാൽ തന്നെ അവിടെ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളും സാഹചര്യങ്ങളൊക്കെ മാറി. ഷീനവർദ്ധ സഹോദരങ്ങളല്ല, അവരുടെ കുടുംബം തന്നെ വർഷങ്ങളോളം ഭരിക്കുകയും അവർ തമ്മിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടാകുകയും അവരുടെ അധികാര കൈമാറ്റങ്ങൾ, അവരുടെ രാജാവുമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അവിടെ നിരന്തരം തായ്ലൻഡിൽ കാണുന്നതാണ്. പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ എല്ലാം ഇവർ പ്രയോഗിക്കുന്ന ഒരു ദേശീയവാദം അല്ലെങ്കിൽ പ്രാദേശികവാദം ഇത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധങ്ങളെല്ലാം ഇപ്പം നിലവിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സംഘർഷം അവിടെ ആരംഭിക്കേണ്ടതായിട്ടുള്ള. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര ശക്തികളുടെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാവാതെ എപ്പോഴൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുക അല്ലെങ്കിൽ യുദ്ധസമാന സാഹചര്യം ഉണ്ടാകാൻ ഇടയില്ലായിരുന്നു. പക്ഷെ അത് എപ്പോഴും ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്നെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തെ ഒരു മൂന്നാം ശക്തി മുതലെടുക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്തൊരു വലിയ താല്പര്യങ്ങളുണ്ട്. അതായത് 3,26,000 സൈനികരുള്ള ഒരു ചെറിയ രാജ്യമാണ്. സൈനിക ശക്തി വെച്ച് നോക്കുമ്പോൾ അല്ല ആയുധ ശക്തി വെച്ച് നോക്കുമ്പോൾ ലോകത്തെ 25ാമത്തെ ശക്തിയാണ് തായ്ലൻഡ്. ഈ ചെറിയ രാജ്യത്ത് ഇത്രയും ആയുധങ്ങൾ അവർ സൂക്ഷിക്കുകയും അതുപോലെ ഇത്രയും വലിയ സൈനിക ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ പിന്നിൽ കംബോഡിയ താരതമ്യേന കുറവാണ്. പക്ഷെ കംബോഡിയയെ സംബന്ധിച്ച് കംബോഡിയ സപ്പോർട്ട് ചെയ്യുന്നത് വിയറ്റ്നാമും ചൈനയുമാണ്. അപ്പൊ അവരുടെ പല താല്പര്യങ്ങളും ഇതിൻ്റെ അകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇവർ മറന്നുപോകുന്നൊരു കാര്യമുണ്ടല്ലോ സർ, സൈനികമായ ഒരു വമ്പൻ ശക്തിയായിരിക്കാം, മുൻപന്തിയിലായിരിക്കാം, പക്ഷെ അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് ടൂറിസം അല്ലേ? സമാധാനക്കേട് വന്നാൽ അവർ കുത്തനെ ഇടിഞ്ഞു പോകില്ലേ ആളുകൾ ചെല്ലാതിരിക്കും? ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് തായ്ലൻഡ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കാരണം അവിടെ ആ രാജ്യം നിലനിൽക്കുന്നത് തന്നെ ടൂറിസവുമായിട്ട് അനുബന്ധ ഇൻഡസ്ട്രിയുമായിട്ട് വളരെ വേറെ ഒരുപാട് സാമ്പത്തികമായ ഉറവിടം തായ്ലൻഡിന് ഉണ്ടെങ്കിൽ പോലും ഇതൊരു വലിയ പ്രധാനപ്പെട്ട വരുമാനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അറിയാം, ഇന്ത്യയിൽ നിന്ന് എത്രയോ ആൾക്കാരാണ് തായ്ലൻഡിലേക്ക് പോകുന്നത്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ട്രാവലേഴ്സായിട്ട് വരികയും ദിവസങ്ങൾ താമസിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ കംബോഡിയയും ഒരു ടൂറിസം കേന്ദ്രമായിട്ട് വികസിച്ചു. കംബോഡിയയും അതിന് ചുറ്റുവട്ടമുള്ള ലാവോസും ഒക്കെ എങ്ങനെ, പക്ഷേ ആ പ്രദേശങ്ങൾ കുറെ കൂടി കാർഷിക ഭൂമിയാണ് അല്ലെ? അതിപ്പം തായ്ലൻഡ് ആയാലും കംബോഡിയ ആയാലും വിയറ്റ്നാം എല്ലാം കാർഷിക രംഗത്ത് നല്ല രീതിയിൽ, മലേഷ്യ ആയാലും ലാവോസ് ആയാലും കാർഷിക രംഗത്താണ് അവർ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കംബോഡിയ ഏതാണ്ട് കേരളത്തിന് സമാനമായ സ്ഥലമാണ്. നമ്മുടെ മലയാളികൾ പോലും ഇഷ്ടംപോലെ അവിടെ കൃഷി സ്ഥലങ്ങൾ വാങ്ങി ലീസിനെടുക്കുകയും വാങ്ങുകയും ചെയ്ത് കൃഷി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് സംബന്ധിച്ച് ഇതൊരു ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് ഉള്ള ഒരു രാജ്യം, നമ്മുടെ ASEAN കൺട്രികളുടെ ഭാഗമാണ്. നമ്മുടെ സഹോദര രാജ്യത്തെ പോലെ പരിഗണിക്കുന്ന കംബോഡിയയും അതായത് തായ്ലൻഡും ഇങ്ങനെ യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരുപാട് ആശങ്കകളുണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇന്ത്യയായിട്ട് നല്ല വ്യാപാര ബന്ധം പുലർത്തുന്നുണ്ട്. ധാരാളം ആൾക്കാർ അവിടെ ഇവിടെയായിട്ട് ഇൻഡസ്ട്രികളും യാത്രകളുമായിട്ടൊക്കെ ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ എല്ലാ രംഗത്തും ഇന്ത്യ ഇതിൻ്റെ ഒരു മുൻകൈ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം രണ്ട് കാരണം കൊണ്ട് സർ. ഒന്ന്, സാംസ്കാരികമായി ഇപ്പോൾ കാര്യമായ തർക്കം ഈ പ്രദേശങ്ങളിലൊക്കെ ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുണ്ട്. ഇനി ഒരു ബുദ്ധമതം ശിവക്ഷേത്രത്തിൻ്റെ പേരിൽ തർക്കിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹൈന്ദവ ക്ഷേത്രവും അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരവും ബുദ്ധ സംസ്കാരവും തമ്മിൽ ശത്രുതയില്ലല്ലോ. ഒന്നിൻ്റെ തന്നെ ഒരു വലിയ അംബ്രലയ്ക്ക് കീഴിൽ ഇപ്പോൾ ഇന്ത്യയിൽ അത് കാണുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ ബുദ്ധമതത്തോട് നമുക്ക് കലഹമില്ല. അവർ ഈ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു കൂട്ടർ, ജൈനമതം അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ സാംസ്കാരികമായി മാത്രമല്ല, ഒരു പുരാതനമായ ചരിത്രം വെച്ച് നോക്കുമ്പോൾ, ക്രിസ്തുവിന് മുമ്പുള്ള ചരിത്രം തന്നെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്നിരുന്ന ഒരു നാടുമാണ്, ഒരു സംസ്കാരമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് കുറെ കൂടി ഉത്തരവാദിത്വമുണ്ട്. വേറൊരു കാര്യം, ഇന്ത്യക്ക് സാധ്യതയുമുണ്ട്.
കാരണം ഒരു ഭാഗത്ത് അമേരിക്കയുടെ താല്പര്യമുണ്ട് തായ്ലൻഡിന്റെ പിന്നിൽ, അപ്പുറത്ത് ചൈനയുടെ താല്പര്യമുണ്ട് കംബോഡിയയുടെ പിന്നിൽ. ഈ ചൈനയോടും അമേരിക്കയോടും ഒരുപോലെ തോളിൽ കൈയിട്ട് സംസാരിക്കാവുന്ന ഒരു ഡിപ്ലോമസി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു റോള് ഇതിൽ നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണോ സാറിന്റെ പ്രതീക്ഷ? തീർച്ചയായിട്ടും. ഇന്ത്യക്ക് വൈകാരികമായി ഒരുപാട് ബന്ധങ്ങളുള്ള രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം അങ്കോർ വാട്ട് അവിടെയാണ്. അതേപോലെ ഒരുപാട് ക്ഷേത്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളും ലോകത്തിലെ തന്നെ ഏറ്റവും അതെങ്ങനെയാണ്? അതിന് വലിപ്പം കൊണ്ടാണ് സാർ, അതോ ഫുഡ് ഫോളോ ഉണ്ട്? വലിപ്പം കൊണ്ടാണ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ അത് ബുദ്ധക്ഷേത്രമാണോ? അത് ഇപ്പം രണ്ട് ആൾക്കാരും അത് ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അപ്പൊ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബുദ്ധമതവും ഹിന്ദുമതവും എല്ലാം ഒരുമിച്ച് ഒരു സംസ്കാരമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ ഏത് ക്ഷേത്രങ്ങളിലും ഇത് എല്ലാം, കാരണം കൂടുതലും ബുദ്ധമതത്തിനാണ് പ്രാധാന്യം. സ്പിരിച്വൽ യൂണിറ്റി ഉണ്ടല്ലേ അവിടെ? ഒരു ദേശത്തിന് ഉള്ള പൊതു സ്വത്താണ് ദേവാലയങ്ങൾ, സ്വത്തായിട്ടാണ് അവിടെ കാണുന്നത്. നല്ല സംസ്കാരമാണ്, ടൂറിസത്തിന്റെ ഒരു പാർട്ടും കൂടെയാണ്. കാരണം ആ ക്ഷേത്രം കാണാൻ എത്രയോ ആൾക്കാർ ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇന്തോനേഷ്യയിൽ പോലും നമുക്കറിയാം, ബാലിയിലൊക്കെ എത്രയോ കാര്യത്തിൽ ഇന്ത്യക്കും ചിലത് പഠിക്കാനുണ്ട് കംബോഡിയയിൽ നിന്ന് അല്ലേ? കംബോഡിയയും തായ്ലൻഡിൽ നിന്നൊക്കെ. അപ്പൊ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യം, ഇതിൻ്റെ അകത്ത് രണ്ട് രാജ്യങ്ങളും സൗഹൃദത്തിൽ പോകേണ്ട ഇന്ത്യയുടെയും കൂടെ ഒരു ആവശ്യമാണ്. വൈകാരികപരമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇന്ത്യക്ക്. അതുപോലെ തന്നെ ഈ ഡിപ്ലോമസിയിൽ ഇന്ത്യ ഇതിൻ്റെ അകത്ത് വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു രാജ്യങ്ങളാണ് ഈ വിയറ്റ്നാമും കംബോഡിയയും തായ്ലൻഡും. കാരണം ഇതിൻ്റെ അത് വിയറ്റ്നാമിന്റെ താല്പര്യങ്ങൾ ഒരുപാട് കംബോഡിയയിൽ പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പണ്ട് പോൾപോട്ടിനെ അധികാര പ്രശ്നമാക്കിയതിന് ശേഷം വിയറ്റ്നാമിന്റെ പാർട്ടാക്കി മാറ്റിയിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഒരു കരാറുണ്ടായിരുന്നു. അതായത് അന്ന് തായ്ലൻഡ് സയാം എന്നാണ് അറിയപ്പെടുന്നത്. സയാമും കംബോഡിയയും തമ്മിലുള്ള എഗ്രിമെന്റിന്റെ പാർട്ടായിട്ടാണ് ഈ ക്ഷേത്രം അപ്പുറത്തേക്ക് പോയത്. പക്ഷെ അതിന് ശേഷം ആണ് ഈ ഡിമാൻഡുകളൊക്കെ വന്നെങ്കിൽ പോലും ഈ വിയറ്റ്നാമിന്റെ കടന്നുകയറ്റം ഇവിടെ വന്നതോടെയാണ് തായ്ലൻഡിന് ആശങ്കകൾ കൂടി വന്നത്. കാരണം ഈ കംബോഡിയനെ വിയറ്റ്നാം കയ്യേറിയെങ്കിൽ അടുത്തത് ഞങ്ങളായിരിക്കാം, അടുത്ത ഞങ്ങളായിരിക്കാം എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും. പക്ഷെ അതിൽ ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്നുണ്ട് തായ്ലൻഡ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇന്ന് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ F-16 വിമാനങ്ങളടക്കം ഒരുപാട് ആയുധങ്ങളും സാഹചര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടും മിലിറ്ററി ഇന്റലിജൻസിന്റെ സപ്പോർട്ടും എല്ലാം തായ്ലൻഡിനുണ്ട്. അപ്പോൾ കംബോഡിയനെ ചൈനയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കുന്ന ഒരു വലിയ കമ്പോളമായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ആയുധങ്ങൾക്ക് വാങ്ങിക്കൂട്ടിയാൽ മാത്രം പോലല്ല, അതൊക്കെ എപ്പോഴെങ്കിലും പ്രയോഗിക്കണ്ടേ. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളായിട്ടുണ്ട്. മാത്രമല്ല അതാത് രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർക്ക് ഭരണം നിലനിർത്തുന്നതിൻ്റെ ഒരു പാർട്ടായിട്ടും ഇതിനെ കാണുന്നവരുണ്ട്. ഇപ്പം നമുക്കറിയാം ഉക്രൈനിലെ സ്ഥിതിയിൽ സെലൻസ്കി തെരഞ്ഞെടുപ്പില്ലാതെ എത്രയോ വർഷമായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അവിടുത്തെ യുദ്ധ സാഹചര്യം കൊണ്ടാണല്ലോ. അപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടുന്നതിന് മുമ്പ് ഇതേപോലെ യുദ്ധങ്ങളൊക്കെ വന്ന് അതിനെ നീട്ടി കൊണ്ടുപോകാം എന്നുള്ളൊരു സാഹചര്യവും നിലവിലുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ്. കംബോഡിയ ആയാലും അവിടുത്തെ രാഷ്ട്രീയ സ്ഥിരത പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ മാറ്റങ്ങളുണ്ട്. അപ്പം അത് പ്രാദേശികവാദം അല്ലെങ്കിൽ അവിടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് മീതെ ചക്രവർത്തിയുടെ തായ്ലൻഡ് അല്ലേ? അവിടെ സമ്പൂർണ്ണ ജനാധിപത്യം എന്ന് പറഞ്ഞു. അതിന്റെ ഒരു അപകടമുണ്ട്. അതിന്റെ ഒരു അപകടമുണ്ട്. അതോടൊപ്പം തന്നെ കംബോഡിയയിൽ മാറി പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ പോൾപോട്ടൊക്കെ ഉണ്ടാക്കി വെച്ച ഭീകരമായ നാശങ്ങളുണ്ട്. അതിൽ നിന്നും ഇന്നത്തെ തലമുറ ഇന്ന് പോലും അത് രക്ഷപ്പെട്ടിട്ടില്ല. 20 ലക്ഷം മനുഷ്യരല്ലേ അതെന്ന് പറയും. ഇന്നും അവരുടെ ബന്ധുക്കൾ ഇന്ന് ജീവിച്ചിരിക്കല്ലേ. 1979 ശേഷം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കണ്ടുമുട്ടുന്നവനെയൊക്കെ ബൂർഷ്വാസി എന്ന് പറഞ്ഞ് വെടിവെക്കായിരുന്നു അത്രേ. ഒരു അന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. അതായത് പോൾപോട്ട് അധികാരത്തിൽ കയറിയ പാടെ അദ്ദേഹം പറഞ്ഞത് ഇനി കർഷകർ മതി, ഇനി അധ്യാപകർ വേണ്ട, പ്രൊഫസർമാർ വേണ്ട, ബിസിനസ്സുകാർ വേണ്ട, മറ്റൊരു കലാകായിക രംഗത്ത് ആരും വേണ്ട, എല്ലാവരും കൃഷിയിടത്തിലേക്ക് ഇറങ്ങാനാവണം. അതിനെ എതിർത്തവരെല്ലാം ഓരോ ദിവസം ഇങ്ങനെ വാളിന് ഇരയാക്കുകയായിരുന്നു. ഓരോ ദിവസവും പട്ടാള ക്യാമ്പിൽ നിന്ന് ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഓരോ ദിവസവും കൊന്നു കളഞ്ഞുകൊണ്ടിരുന്നത്. അതെ അതെ, തൊഴിലാളി വർഗ ഹിസ്റ്റീരിയ എന്നതിന് പറയുക അല്ലേ? എന്ത് ഭീകരമാണ്, മനോരോഗമല്ലേ അത്, അതിഭീകരമായിട്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം സാർ. കാരണം ഒരു സമാധാനത്തിൻ്റെ ചന്ദ്രോദയം അവിടെ ഉണ്ടാവും. ചന്ദ്രോദയം എന്ന് ഞാൻ ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഭരിച്ചിരുന്ന ആ പുരാതന നമ്മുടെയൊക്കെ ഒരുമിച്ച് ഭരിച്ചിരുന്ന ചക്രവർത്തിയുടെ പേര് ഖമർ എന്നാണ്. ഖമർ എന്ന അറബി വാക്കിന്റെ അർത്ഥം സാറിന് അറിയില്ലല്ലോ? ചന്ദ്രൻ എന്നാണ്. അങ്ങനെ ഒരു സമാധാനത്തിന്റെ ചന്ദ്രോദയം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അല്ലേ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും സമാധാനത്തിൽ പോകുന്ന രാജ്യങ്ങളായിട്ട് വിയറ്റ്നാമും തായ്ലൻഡും കംബോഡിയയൊക്കെ സഹോദര രാജ്യങ്ങളായിട്ട് തുടരുകയും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകും. ഇന്ത്യ മൻമോഹൻ സിംഗിന്റെ കാലത്താണെന്ന് തോന്നുന്നു ആസിയാൻ സമ്മേളനത്തിൽ പറഞ്ഞാണ് നമ്മൾ ഒരു ഒറ്റ രാജ്യമായിട്ട് പോകണം.
വിസ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളാക്കി ഇത് മാറ്റണമെന്ന് അന്ന് തീരുമാനമെടുത്തതാണ്. പക്ഷെ അത് പിന്നീട് എന്തോ നിർഭാഗ്യം കൊണ്ട് നടന്നില്ല. അത് ഇനിയും അങ്ങനെ തുടരുന്ന ഒരു നല്ല പുലരി ഉണ്ടാവട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ആശംസിക്കാം. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.